നമസ്കാരം, വിനോദാണ്. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്ന് കറുത്തവാവ് ദിനമാണ്. കർക്കിടക വാവുബലി നടക്കുന്ന ദിവസമാണ്. വാവുബലിയുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2 ക്ഷേത്രങ്ങളിൽ ഇന്ന് പോകാം. ഒന്ന് എറണാകുളം ഇരുമ്പനത്തുള്ള തൃക്കത്ര സ്വയംഭൂ മഹാദേവ ക്ഷേത്രവും, രണ്ടാമത് ആലുവ മഹാദേവ ക്ഷേത്രവും. ആലുവ മണപ്പുറത്തെ ബലികർമ്മങ്ങളുടെ കാഴ്ചയും. നല്ല മഴയാണ്, അപ്പോൾ എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്താണെങ്കിലും നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഇത് തൃക്കത്ര ക്ഷേത്രത്തിന്റെ ആറാട്ട് നടക്കുന്ന കുളമാണ് കേട്ടോ. ക്ഷേത്രം പുതുക്കിപ്പണിയാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ആലൊക്കെ വെട്ടിയിരിക്കുന്നു, പുതിയ ആലൊക്കെ വെച്ചിട്ടുണ്ട്. സ്വയംഭൂ മഹാദേവനാണ് ക്ഷേത്രത്തിലെ. ശ്രീകോവിലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തറ ലെവലിലാണ് വിഗ്രഹം ഇരിക്കുന്നത്. സോപാന പടികളില്ല. ഇവിടെയും ബലിയിടുന്നില്ല. ബലിച്ചോറ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ നമസ്കാരം ചെയ്ത പ്രസാദം ഇവിടെ പക്ഷികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി, മത്സ്യമൃഗാദികൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വെളിയിൽ എടുത്തു വെച്ചിരിക്കുന്നു. ധാരാളം ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നല്ല ഐശ്വര്യമുള്ള ഒരു ക്ഷേത്രമാണ് ഈ തൃക്കത്ര മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. വഴിപാട് രസീതെടുത്തിങ്ങനെ ഇതായി പ്രസാദം വെളിയിൽ വിളിച്ച് കൈകൊട്ടി പക്ഷിമൃഗാദികളെ വിളിക്കുന്നതാണ് നമ്മളെ കാണുന്നത്. നമുക്ക് ക്ഷേത്രമൊത്ത് വലം വെച്ച് പോകാം. തൊഴുതു വലം വെച്ച് നമ്മൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് പോരുകയാണ്. അടുത്ത ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോവാം. നമ്മൾ ഇരുമ്പനം തൃക്കത്ര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് നേരെ തൃക്കാക്കരയിലേക്ക് പോവാണ്. തൃക്കാക്കര മഹാദേവന്റെ ക്ഷേത്രം. അവിടുത്തെ കർക്കിടക വാവുബലി എങ്ങനെയുണ്ട് എന്നറിയാനുള്ള യാത്രയിലാണ്. ഓക്കെ. നേരെ ആലുവയ്ക്ക് പോകാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിനിടയ്ക്കാണ് തൃക്കാക്കര മഹാദേവ ക്ഷേത്രവും തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രവും. നമ്മൾ തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് എത്തി കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ മഴയത്തും. ഇതാണ് തൃക്കാക്കര മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്
ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം കേട്ടോ. നാഗത്താൻ ഒരു പാട്ട് നടത്തുന്നു. കാക്കരപ്പൻ്റെ അടുത്ത് ബലിയിടുന്ന പരിപാടിയില്ല, വഴിപാടുകളൊക്കെ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്കിവിടുത്തെ ബലി വിശേഷങ്ങൾ കാണാൻ പറ്റില്ല. കർക്കിടക വാവ് ബലി നമുക്ക് ആലുവ മണപ്പുറത്ത് പോയി നോക്കാം. ഓക്കെ, ഇതാണ് തൃക്കാക്കരയപ്പൻ, തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. തിരുവോണ മഹോത്സവം വരികയാണ്. തൃക്കാക്കരയപ്പന് ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണി നേരെ ആലുവ മണപ്പുറത്തേക്ക് വിടാം. ആലുവയ്ക്കുള്ള യാത്രയിലാണ്. ആലുവയ്ക്കുള്ള യാത്രയിൽ ആദ്യമായിട്ടാണ് ആലുവയിലൊരു കർക്കിടക വാവ് ബലിക്ക് വരുന്നത്. അതിൻ്റെ ഒരു സന്തോഷമാണ്. അങ്ങനെ ഹെവി ട്രാഫിക്കിനിടയിൽ ആലുവ NH-ലൂടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് വണ്ടി ഓടിച്ച് അവസാനം പുളിഞ്ഞോട്ടി തന്നെ വണ്ടി കൊണ്ടിട്ട് ഏറെ നേരത്തെ ട്രാഫിക്കുമായിട്ടുള്ള മൽപ്പിടുത്തത്തിന് ശേഷം അങ്ങനെ ആലുവ മണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഭക്തജനങ്ങളെയാണ് ഞങ്ങൾ കാണുന്നത്. എല്ലാ സൈഡിലും റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വണ്ടി കുറേ ദൂരെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നടക്കേണ്ടി വന്നു. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാതയിലെ കവാടം. ഇവിടെ നിന്ന് നമ്മൾ നടന്ന് അകത്തേക്ക് പോവുകയാണ്. എന്ത് തിരക്കാണെന്ന് നോക്കിയേ. ദൂരെയാ കാണുന്നതാണ് ആലുവ മണപ്പുറം. ഇവിടെ വെച്ചാണ് പെരിയാർ 2 കൈവഴിയായിട്ട് പിരിയുന്നത്. ആ ജംഗ്ഷനിലാണ്, അവിടെയാണ് പിരിയുന്നത്. ഇത് ഒരു സൈഡാണ്. ഈ പാലത്തിൻ്റെ ഇടത് സൈഡിലും ഇതിലേറെ ജനസഞ്ചയമുണ്ട്. ഫയർഫോഴ്സിൻ്റെ റെസ്ക്യൂ ടീം ഒരു കൂട്ടബലി ഇവിടെ നടക്കുന്നു. ഒരുപാട് ശാന്തിമാർക്ക് ഇവിടെ ഇതുപോലെയുള്ള ഷെഡുകളും പൂജാ സംവിധാനങ്ങളും ഉണ്ട്. എനിക്കൊന്ന് ആയിരക്കണക്കിന് ബേബി ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും ഇവിടെ വന്ന ഈ ബലിതർപ്പണങ്ങളിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും എതിർപ്പെടുത്ത് 2 ഭാഗത്ത് കൈബണത്ത് ചെവിടോട് മുട്ടിച്ചു പിടിക്കുക. എതിർപ്പെടുത്ത് 2 ഭാഗത്ത് കൈബണത്ത് ചെവിടോട് മുട്ടിച്ചു പിടിക്കുക. ഗണപതി ഭഗവാൻ. തർപ്പണം കഴിഞ്ഞ ഇലകൾ ഇങ്ങനെ കിടക്കുന്നു. ഇതാണ് ഇവിടുത്തെ തിരക്ക്.
വീണ്ടും ഉഗ്രൻ മഴക്കാറ് കയറി വരുന്നുണ്ട് ഈ പ്രദേശം മുഴുവൻ. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ വെളുപ്പിനെ 12 വരെ എങ്ങാണ്ട് സമയമുണ്ടെന്നാണ് ഈ വർഷം പറയുന്നത്. അപ്പം അതുവരെ ഇവിടെ നല്ല ഇതുപോലെയുള്ള നല്ല തിരക്കായിരിക്കും. മണൽപ്പുറത്തെ മണലല്ലേ ഇവിടെ പോയി കാണും, മൊത്തം ചെളിയാണ്. മണലില്ല, ശരിക്കും മെക്കൽ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലം പോലെയുണ്ട്. നമുക്ക് ഭഗവാനെ ഒന്ന് തൊഴുതു വരാം. തറ മുഴുവൻ ചെളിയാണ്, എന്നാലും ഒന്ന് തൊഴുത് നമുക്ക് പുറത്തേക്ക് വരാം. ഇതാണ് ക്ഷേത്രം. ആലുവ ക്ഷേത്രത്തെക്കുറിച്ചും ആലുവ മണപ്പുറത്തെക്കുറിച്ചും ഇതിനു മുമ്പും ആലുവ ശിവരാത്രിയെക്കുറിച്ചും ഇതിനു മുമ്പ് 2 വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിരിക്കാം. താല്പര്യമുള്ളവർ അതും ഒന്ന് കണ്ടു നോക്കുക. മഴ വീണു എല്ലാവരും കൊടയിലേക്കായി. മഴയാണെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയ ചെറിയ സംഭാവനകളാണ് അന്നദാനമെന്ന വിശക്കുന്നവർക്ക് ഭക്ഷണം. ആലുവ ശിവരാത്രിക്ക് എന്നതുപോലെ ആലുവ ഈ കർക്കിടക വാവ് ധരിക്കുന്നതുപോലെ ധാരാളം കച്ചവടക്കാരുണ്ട്. ഇത്തവണ പച്ചക്കറികളും ഇതുപോലെ പൂക്കളുള്ള ചെടികളും ഒക്കെയാണ് ധാരാളമായിട്ടുള്ളത്. ഈ ഗ്രൗണ്ട്, ഈ മണപ്പുറം മുഴുവൻ ചെളിയാണ്. മഴയും ഇതൊന്നും വകവയ്ക്കാതെ എന്ത് ജനമാണ് പിതൃക്കൾക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആലോചിക്കുക. ഒരു അത്ഭുതം തന്നെ അല്ലേ. മഴയാണ് കൂടുതൽ കാഴ്ചകൾ. ഇനി ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് പതിയെ വിട പറയാം. നമ്മൾ പാലം കയറുകയാണ്. വരുന്ന വഴി നമുക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നമുക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്ത് ജനമാണെന്ന് നോക്കി. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടത് വലതുവശമാണെങ്കിൽ ഇത് ഇടതുവശമാണ്. അങ്ങനെ വണ്ടിയുടെ അടുത്ത് എത്തി. ഏതാണ്ട് 4-5 കിലോമീറ്റർ ഇതുവരെ നടന്നിട്ടുണ്ടാവുന്നല്ല. ആലുവ മണപ്പുറത്തു നിന്നും തിരിച്ചെത്തി. ഞാൻ വണ്ടിയിൽ കയറി. ഇപ്പോഴും ചാറ്റ മഴ പെയ്യുന്നുണ്ട്, നല്ല തിരക്കുമാണ്. വാവുബലിയുടെ കർക്കിടകത്തിലെ കറുത്ത വാവുബലിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കാതിരിക്കുക. വീണ്ടും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.